നേഴ്സറി വിടാനുള്ള ടൈം ആയിട്ടില്ലല്ലോ. അത്രയൊക്കെ മതി. നേഴ്സറി വിടാൻ സമയമായില്ലേ? ടീച്ചറിനോട് പറഞ്ഞിട്ട് വിച്ചുമോനെയും കൂട്ടിക്കൊണ്ട് പോവാം. ആന്റി, ഇന്ന് നേരത്തെ വന്നോ? കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ, ഒരു 15 മിനിറ്റ്. അയ്യോ, അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ വേറൊരു വഴിക്ക് പോയിട്ട് വരുന്നതാ. വേഗം വീട്ടിലെത്തണം. വിച്ചുമോനെ ഇങ്ങ് വിട്ടേക്ക്. അല്ല, അത് വേണോ ആന്റി? ഒരു കുട്ടി നേരത്തെ വീട്ടിൽ പോകുന്നത് കണ്ട മറ്റു കുട്ടികൾക്കും അങ്ങനെ ഒരു ചിന്ത വരും. കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ. അത് തന്നെയാ ടീച്ചറെ ഞാനും പറഞ്ഞേ. കുറച്ചു സമയം മുമ്പേ വിച്ചുമോനെ വിളിച്ചോണ്ട് പോയാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ കൊച്ചുമോൻ അത്രയൊക്കെ പഠിച്ചാ മതി. നിങ്ങൾ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? കുട്ടികൾ ഏറ്റവും ഉയരത്തിലെത്തണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഓ, അവന്റെ തലയിലെടുത്ത് പോലെ അവൻ വളർന്നോളും ടീച്ചറെ. അതിനു വേണ്ടി എനിക്കവിടെ കാത്തു കിടക്കാനൊന്നും വയ്യ. ദേ, ഞങ്ങളുടെ സൗകര്യത്തിലാണെങ്കിൽ മാത്രമേ വിച്ചുമോനെ ഇങ്ങോട്ട് വിടാൻ പറ്റൂ. ഇല്ലെങ്കിൽ വിച്ചുമോനെ വേറെ വല്ലയിടത്തും കൊണ്ട് ചേർക്കും. ഇവിടെ മുക്കിന് നേഴ്സറി ഉള്ളപ്പോഴാ ടീച്ചറുടെ ഡിമാൻഡ്. അല്ല പിന്നെ ഞാൻ കുട്ടിയുടെ ഭാവിയോർത്ത് പറഞ്ഞതാ ആന്റി. വിച്ചുമോനെ ഞാൻ വിളിക്കാം, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവയ്ക്കും. അങ്ങനെ വഴിക്കുവാ. ഇവളുടെ നാക്കിന് രാണി അടിക്കണമെന്ന് ആദ്യം വന്നപ്പോഴേ ഓർത്തതാ. വിച്ചുമോനെ, വിച്ചുമോന്റെ അച്ഛമ്മ വന്നിട്ടുണ്ട്. മോനിന്ന് നേരത്തെ പോയിക്കോ. മോളുടെ അമ്മ വിളിക്കാൻ വരുവേ. വാ മോനെ, വാ. ആന്റി, ഇതൊരു ശീലാക്കല്ലേ കേട്ടോ. കുട്ടികളെ കൃത്യനിഷ്ഠ കൂടി പഠിപ്പിക്കാനാ ഇതുപോലുള്ള സ്ഥാപനങ്ങള്. ഞാനത് വിച്ചുമോന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞോളാം. എന്നാ ശരി, ആന്റി ഇപ്പൊ വിച്ചുമോനെ കൊണ്ടുപോയിക്കും. വാ, ഒന്ന് പോടി. പിന്നെ അവരോട് പറഞ്ഞാൽ അവരെന്റെ മൂക്കങ്ങ് ചെത്തിക്കളയും. വാ മോനെ, നമുക്ക് പോവാം. സൂക്ഷിച്ചിറങ്ങണേ മോനെ. നിന്റെ അച്ഛമ്മയുടെ ടീച്ചറിന്റെ കളി. ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? എല്ലാം നന്നായി ചെയ്തോ? അല്ല, നീ എന്താ അമ്പിളി ഇവിടെ? ഞാൻ ലച്ചുമോളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ ആന്റി. അല്ല, നഴ്സറിന്ന് നേരത്തെ വിട്ടോ? വിച്ചോട്ടാ, ലച്ചു ഇവിടെ ആണോ? അല്ലമ്പിളി, നിന്റെ കൊച്ചിനെ എപ്പോഴും ഇവിടെ ചേർത്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളെ ഇന്ന് ചേർത്തതേ ഉള്ളൂ ആന്റി. വിച്ചുമോൻ ഇവിടെ ആയതുകൊണ്ട് സൗകര്യമുണ്ടല്ലോ, രണ്ടുപേർക്കും കൂട്ടായല്ലോ. അപ്പൊ ഇതൊക്കെ നേരത്തെ കണക്കൂട്ടി വെച്ചിരിക്കുവായിരുന്നു അല്ലേ? കൊള്ളാം. ആനന്ദം മാഷും മക്കളും പഞ്ചരത്നം വെട്ട് ഇങ്ങോട്ട് കുടിയേറാൻ തീരുമാനിച്ചു കാണും. അതെന്താ ആന്റി ഒരു മുനവെച്ച സംസാരം? അതെന്താ, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല? പിന്നെ ഈ നാട് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണല്ലോ. പക്ഷേ ഈ ഒളിച്ചുകളി വേണ്ടായിരുന്നു. ഒളിച്ചുകളിയോ? എന്തൊളിച്ചുകളി? നീയും രഘുവും അനുവിന്റെ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയതും നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതും ഒന്നും എന്റെ മരുമകൾ ഇതുവരെ എന്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞ അത് മുടക്കിയാലോ എന്ന് വിചാരിച്ചാവും. എന്ത് മുടക്കാൻ? ഞങ്ങളുടെ ഏതെങ്കിലും കാര്യം മുടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒന്ന് ചുമ്മാ അതിരി ആന്റി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതേ അനുവിന്റെ വീട്ടിലല്ല, ദാസങ്ങളുടെ കൂടെയാ. ലച്ചുമോൾ ഇവിടെ ചേർക്കാൻ വന്നപ്പോഴാ അനു പോലും ഇക്കാര്യം അറിയുന്നത്. നടക്കട്ടെ. ഇനി കൂടെ കൂടെ ഇതുപോലെ കാണാമല്ലോ എല്ലാവർക്കും. ഇങ്ങനെയാണെങ്കിൽ കാണാതിരിക്കുന്നതാ നല്ലത്. അയ്യോ, നമ്മൾ തമ്മിൽ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. നിനക്ക് നിന്റെ അനിയത്തിക്കും തമ്മി കാണാമല്ലോ. അത്യാവശ്യം ആനന്ദം മാഷിനും മക്കളെയും പേരക്കുട്ടികളെയും കാണാൻ ഇവിടെ വന്നാ മതിയല്ലോ. അത് ശരിയാ. അനുവിനെയും വിച്ചുമോനെയും കാണാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിലും നല്ലത് ഇവിടെ വന്ന് കാണുന്നതാ. ഒരു സ്വസ്ഥതയെങ്കിലും കിട്ടുമല്ലോ. എടി, എന്റെ വീട്ടിലെ സ്വസ്ഥത നശിപ്പിച്ചതേ നിന്റെ അച്ഛനും നിന്റെ അനിയത്തിയും കൂടിയാ. അതറിയോ നിനക്ക്?
അച്ഛനും മക്കളും കൂടി റോഡിൽ അലഞ്ഞു നടന്ന ഒരു പിച്ചക്കാരനെ പിടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിരിക്കുക. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു. അയാളൊരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ അങ്ങ് ഇറക്കി വിടണോ ആന്റി. പിന്നെ പിച്ചക്കാരനായാലും ഭ്രാന്തനായാലും മക്കളുടെ അച്ഛൻ തന്നെ. എടി, എന്റെ മക്കളുടെ അച്ഛൻ ആരാണെന്ന് നീയും നിന്റെ വീട്ടുകാരും അല്ലടി തീരുമാനിക്കുന്നത്, ഞാനാ. എന്റെ മക്കളുടെ അച്ഛൻ പണ്ടേ ചത്തും മണ്ണടിഞ്ഞതാ. ആന്റി, പണ്ടത്തെ കാലായിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഒഴിയായിരുന്നു. പക്ഷേ ഇപ്പൊ അത് നടക്കില്ല. അച്ഛൻ ആരാണെന്നും മക്കൾ ആരാണെന്നൊക്കെ അറിയാനേ DNA ടെസ്റ്റ് നടത്തിയാ മതി.